ഹായ് ഫ്രണ്ട്സ്, റെന്റെ ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചലഞ്ചിങ് വീഡിയോ, ഫുഡ് ഈറ്റിംഗ് ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും തുല്യമായിട്ട് ചോറെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചീരക്കറി, ചീരത്താളിപ്പുണ്ട്, പിന്നെ ഉണക്കമീൻ വറുത്തതുണ്ട്, അതുപോലെ തന്നെ പച്ചമുളകും ഉള്ളി ഇട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ എല്ലാവരും ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ വലിയ വലിയ ഐറ്റം വെച്ചിട്ടാണ് ചെയ്യാറ്. ഞങ്ങൾ ഇവിടെ ഉള്ള ചെറിയൊരു സംഭവം വെച്ചിട്ട് ചെയ്യാണ്. അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ കാണണം. നമുക്ക് എന്തായാലും തുടങ്ങാം. ആരാണ് ഇത് ആദ്യം തിന്ന് തീർക്കാനുള്ളതെന്ന് നോക്കാം. അതാണ് ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കാണാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. കറി വെച്ചതിന് ശരിക്കും സ്റ്റാർട്ട് പറയാൻ പാടുള്ളൂ. എന്താ കറി വെക്കുന്ന സമയം പോകൂലേ? ഈ കറി വെക്കുന്ന സമയം കൊണ്ട് ഞാൻ തിന്ന് പകുതിയാക്കൂല. അതുണ്ടാവും. നിങ്ങളൊന്ന് വേഗം വേഗം കഴിക്കും. അമ്മൂട്ടി കഴിച്ചോ? ഞാൻ നട വെച്ചോ? ചൂടുണ്ടല്ലേ? നമുക്ക് വിഷയമല്ല. ഞാൻ നോക്കും. മീനുണ്ടേ? അതെ, മതി മതി മതിട്ടാ. ഉണ്ടല്ലേ മാമുണ്ട്. പരാച്ചിങ്ങളേറ്റ് വാങ്ങിക്കൊണ്ട് തോറ്റു തരുന്ന മണത്തോ? തോറ്റൊരൊന്നുമില്ല. ഉച്ചക്ക് ചമ്മന്തിയോ? ആ ബിരിയാണി കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. കഴിച്ചോളേ. കഴിക്കുന്നുള്ളൂ. അങ്ങനെ കറി വെച്ചിട്ട് തോന്നുന്നു. നല്ല കറി അറിയില്ലേ? അച്ഛന്റെ ചോറ് പകുതിയായിട്ടോ? അമ്മ ചെറിയ പ്ലേറ്റിൽ കുറച്ചെടുത്തിരിക്കണം. അതെ, രണ്ടാൾക്കും സെയിമാ. അച്ഛൻ്റെ കഴിഞ്ഞപ്പോ അമ്മേന്റെ പകുതിയായത്. നമ്മളെ പകുതിയാണ്. അച്ഛൻ്റെ നോക്കട്ടെ. അച്ഛൻ്റെ പകുതിയായിട്ട് ശരിക്ക് ഞാൻ തോൽക്കും. പൊറോട്ട 3 കഴിച്ചിട്ടുണ്ട് നേരത്തെ. പൊറോട്ട 3 കഴിച്ചിട്ട് 10 മണിക്കൂറായി. ഒരു പൊറോട്ട ഞാൻ കഴിച്ചില്ലേ? വെള്ളം കുടിക്കാൻ പറ്റില്ലേ? ഞാൻ വെത്തോട്ടം കുടിച്ചപ്പോ ഒരു പ്രാവശ്യം അത് കുറച്ച് കൊടുത്തിട്ട് ഫ്രീസറിൽ നമ്മുടെ ഒരു റോസ് ബോട്ടിൽ ഉണ്ടാവണം. അതിൽ വെച്ചിട്ട് കേൾക്കാറ്, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ വെച്ച് കയറ്റിയാൽ. ഇയാൾ ജയിക്കുന്നുട്ടോ.
ഇതിലൊക്കെ ഒരുമിക്കുന്നു. ഓ അമ്മയാണ് ഇപ്പൊ ലീഡില്. അച്ഛനാണ് ആ, അച്ഛനാണ് lead. പക്ഷെ അമ്മ ചോറമ്മ അമ്മന്നെയാണ് ലീഡ്. അച്ഛനെ ജപിച്ചോണ്ടിരിക്കും വെച്ച് നോക്കി കുറച്ചാണ് പിന്നെ പോയില്ല. കൊട്ടയത് അവിടെ പോയി കൊട്ടിക്കും ഉമ്മർക്ക്. വീഡിയോ കഴിഞ്ഞിട്ട് കൊട്ടാം. കൊട്ടം കേട്ടോ, ഇപ്പൊ കഴിഞ്ഞു പോയി. എന്നിട്ട് കൊട്ടോ. അച്ഛപ്പ ജയിച്ചു. അച്ഛന് ഒരു ഉരുളക്ക് വയറിന് അറിഞ്ഞു. പൊറാട്ട ദൈവങ്ങളെ ശക്തി തരൂ. ഇങ്ങനെ സംഭവം പ്ലാൻ ഉണ്ടെങ്കിൽ അതിനോട് പറഞ്ഞ ഞാൻ 3 പൊറാട്ട തിന്നാവും. കുറച്ച് കറി വെച്ചോളി. ഓ അമ്മ അപ്പ ജയിക്കും. വായക്കുട്ടി കെട്ടിക്കൂടെ ജയിച്ചു. അമ്മ ജയിച്ചു. അമ്മ ജയിച്ചില്ലേ? ആ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മുടെ രസം. അച്ഛൻ ജയിക്കിപ്പോ അമ്മേന്ന്. അപ്പൊ ഗൈസ്, പരാജയം ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനി ബാക്കി 3 പൊറാട്ട ചെയ്യണം. ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് അല്ലേ? 2 മണിക്കൂർ. എന്നിട്ട് നല്ല ഏകദേശം ഒരു പ്ലേറ്റിനേക്കാൾ കൂടുതൽ ചോറ് വേണം പറ്റുന്നുണ്ടാവും. അവിടെ ഇങ്ങനെ നിർത്തി 2 പ്ലേറ്റോ 2 സെയിം പ്ലേറ്റാണ്. അപ്പൊ നമ്മുടെ വിജയശ്രീ ലാളിതയായി നന്ദ വീണ്ടും പരാജയപ്പെട്ട ബാബേട്ടൻ അന്ന് പച്ചമുളക് ഒന്നുമില്ല, വെറുതെ തിന്നുന്നായിരിക്കും. അതാണ് ശിക്ഷ എനിക്കുള്ള. നല്ല എരിവുള്ള മുളകിനെ കൊണ്ട് തീറ്റിക്കുക. ഇവിടുത്തെ വെള്ളമാണെങ്കിൽ വെട്ടി കടത്തി കിടക്കുന്ന വെള്ളവും. ശരി, മുളക് എക്സ്പ്രഷൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു മുളകിന്റെ ചഞ്ചി നടത്തിയാലോ നല്ലത്. കാണിച്ചാൽ തരും. ഞാൻ ഉണ്ടാവില്ല. പൊന്നും കളി. അതിന് അത്രത്തെ പൊന്നില്ല. അപ്പൊ ഇന്നത്തെ ഈറ്റിംഗ് ചലഞ്ചില് വളരെ ദയനീയമായിട്ടൊന്നുമില്ല. ഏതോ 2-3-4 വറ്റിന്റെ വ്യത്യാസം വരും അല്ലേ? അത്ര തന്നെ ഉള്ളൂ. എന്നെ തോൽപ്പിച്ച് മാനം കെടുത്തി അപമാനിച്ച് തോട്ടിക്കിറക്കിട്ട് മതിയായിക്കൂടെ. അല്ല, അമ്മ പരമാവധി അച്ഛനെ ജയിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അച്ഛങ്ങനെ മെല്ലെ അച്ഛങ്ങനെ വല്ലാതെ അച്ഛൻ്റെ വയറിൽ 2 അടുക്കള പൊറാട്ട കിടക്കണ്ടേ. ഞാൻ തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഒരു കുഞ്ഞ് ഈറ്റിംഗ് ചലഞ്ച്. അപ്പൊ നമ്മള് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.